ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നോമ്പ് പിടിച്ച് ക്ഷീണം കാരണം അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എടുക്കാനൊന്നും വയ്യ, ഭയങ്കര ക്ഷീണം. പിന്നെയും വീഡിയോ ഇടാണ്ടിരിക്കുമ്പോൾ ഒരു സമാധാനക്കേടാണ് കേട്ടോ. അത് കാരണം കൊണ്ട് ഞാനൊരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? അപ്പോൾ അൽഹംദുലില്ലാ എനിക്കും സുഖമാണ്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നമുക്ക് 10K ആയ സന്തോഷം ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും എല്ലാവരുടെയും എന്താ പറയുക, എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയ്ക്കും ഓരോ ലൈക്കും തരണേ. അപ്പോൾ ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ നോമ്പ് തുറക്കാൻ. അപ്പോൾ ഞാൻ ഷെഹറിനും വെളിയിട്ട് വെക്കപ്പാടായല്ലോ എന്ന് വിചാരിച്ചിട്ട്, ചൂട് സമയമല്ലേ, നല്ല ചൂട്, നമ്മുടെ പാലക്കാടൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഒന്ന് അടുക്കളയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറൊക്കെ ഒന്ന് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചാരമൊക്കെ വാരിയിട്ട് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് ചോറ് വെക്കണം കേട്ടോ. പിന്നെ ചൂട് സമയമായതുകൊണ്ട് അടുപ്പിൻ്റെ അവിടെ ഒന്ന് നിൽക്കാനേ വയ്യ കേട്ടോ. ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ ആയാലും നമ്മുടെ വിറകടുപ്പിൻ്റെ അവിടെ ആയാലും ചുട്ട് പൊള്ളണ ചൂടാണ്, നിൽക്കാൻ പറ്റണില്ല. പണികളൊക്കെ വേഗം വേഗം തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ എൻതൂടയിൽ കൊണ്ട് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടായ കാരണം കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒന്ന് മോര് കറി തന്നെ ഇട്ടെന്ന് വെക്കണത്. 2 ദിവസമായിട്ട് മോര് കറി തന്നെ ഇട്ട വെക്കണം. അപ്പോൾ റിയാസ്ക്കാക്കും പുറത്തൊക്കെ പോകണതല്ലേ, ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോര് കറി തന്നെ വെച്ചു. അപ്പോൾ ഇന്ന് മുളക് കേട്ടോ, മുളക് വറുത്തിട്ട് ഉണ്ടാക്കാമെന്ന് മുളക് വറുക്കുക, മോര് കറിയും വെക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ ഷെഹറിന് നല്ല ഒരു ചുടുങ്ങൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് വേവണതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് തിരുമ്മാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് അലക്കി എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് പിന്നെ നമ്മുടെ പാത്തുക്കുട്ടിൻ്റെ മേത്തത്തൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തോ ചിരട്ട അങ്ങനെ എന്തോ സംഭവം അരിച്ചതാണ്. അപ്പോൾ ഞാൻ മരുന്നൊക്കെ കൊടുത്തപ്പോൾ ആൾ കുഴപ്പമില്ല കേട്ടോ, മാറിയിട്ടുണ്ട്. പിന്നെ ഞാനിതാ അവൾ ഓക്കെ ആയി. പിന്നെ ഇതാ ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് ഇടാൻ പോകും കേട്ടോ. വെള്ളം തിളച്ചപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ചൂട് കാരണം വെള്ളം മാത്രം ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ പള്ളിയിലത്തെ കഞ്ഞി ഉണ്ടാവും, പിന്നെ ഞാൻ സർബത്ത് കലക്കും, പിന്നെ ചായയും വെക്കും കേട്ടോ. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ വയ്യാത്ത കാരണം നാശമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കും ഋഷിമോൾക്കും പിന്നെ നോമ്പ് തുറന്നാൽ അവൾ പിന്നെ നോമ്പ് തുറന്നതും വെള്ളവും ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചായയും ബിസ്ക്കറ്റും കഴിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കും കേട്ടോ. പിന്നെ ആർക്കും നാഷ്ടയും വേണ്ട, ചോറും വേണ്ട, അപ്പോൾ ഒക്കെ ബാക്കിയാവും. അപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രമേ കേട്ടോ നാഷ്ട ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ റിയാസ്ക്കാക്ക് വേണമെന്ന് പറഞ്ഞാൽ മാത്രം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഇതാ നമ്മുടെ മോരും കുമ്പളങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് കറിയാക്കണം വിചാരിക്കുകയാണ്. പിന്നെ അധികം ഞാൻ വീഡിയോ എടുക്കാനും നിന്നില്ല കേട്ടോ, ചൂടും ഒക്കെ കാരണം ഭയങ്കര ക്ഷീണം. പിന്നെ ആ നോമ്പ് തുറക്കുന്ന സമയമായപ്പോൾ കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉമ്മ. അതും വെള്ളം കുടിച്ച് ഞാൻ നോമ്പ് തുറന്നിട്ട് നിസ്കരിക്കാൻ പോകും കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ് ഒരു 10-11 മണിക്ക് തന്നെ എന്തെങ്കിലും കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ഞാൻ പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. ഭയങ്കര ചൂടും ഇതൊക്കെ ആയ കാരണം ചില സമയത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കണ്ടേ വിചാരിച്ചിട്ട് എടുക്കണം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ കഞ്ഞിയും ഇതൊക്കെ കുടിച്ച് ഞാൻ നോമ്പ് തുറന്നു കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.